അപ്പോൾ നമുക്ക് മലബാറിൽ നിന്നുള്ള പ്രേക്ഷകർ എങ്ങനെയാണ് ഇപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ മത്സരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്മൃതി ഈ ടീം അംഗങ്ങളുടെ പേര് വായിക്കുമ്പോൾ മലബാറിലുള്ള ഓരോരുത്തർക്കും ഗാലറിയിൽ നിന്നുള്ള ആരവം ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. ഇതിൽ മെസ്സിയെ മാത്രം അറിയുന്നവരല്ല. നമുക്കറിയാം, മെസ്സി എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഇതിഹാസമാണ്, ഫുട്ബോളിന്റെ മിശിഹയാണ്, ഏറ്റവും കൂടുതൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയ താരമാണ്, രാജ്യാന്തര തലത്തിൽ ഒന്നാമത്തെ താരമാണ്, അതെല്ലാം നമുക്കറിയാം. പക്ഷേ ഈ നേരത്തെ സ്മൃതി വായിച്ച ഓരോ പേരുകൾ വായിക്കുമ്പോഴും അവരുടെ ഏത് നിരയിൽ കളിക്കുന്നവരാണ്, അവർ പ്രതിരോധ നിരയിലാണോ, അവർ മിഡ്ഫീൽഡർമാരാണോ, അവർ ഡിഫൻഡർമാരാണോ, അല്ലെങ്കിൽ അവർ കയറി കളിക്കുന്നവരാണ്, അറ്റാക്കേഴ്സ് ആണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അവരുടെ പേരുകൾ പോലും അറിയുന്ന മാർട്ടിനേസിനെ കുറിച്ചും മക്ലിസ്റ്ററിനെ കുറിച്ചും ഡീപോളിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആവേശം ത്രസിക്കുന്ന, ഞരമ്പുകളിൽ ഇങ്ങനെ ത്രസിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിൽ, രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിൽ അവർ ഓരോരുത്തരും ആരാധിക്കുന്ന കളിക്കാരാണ്, ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന കളിക്കാരുടെ പേരുകളാണ് നേരത്തെ സ്മൃതി വായിച്ചത്. അപ്പോൾ മെസ്സി എത്തുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ മെസ്സിയെപ്പോലെ തന്നെ പ്രിയപ്പെട്ടവരായ, മെസ്സിയെ കാക്കുന്ന ഡീപോളുള്ള, മക്ലിസ്റ്ററുള്ള, മാർട്ടിനസിന്റെ ആ സൗന്ദര്യമുള്ള, ഗോൾ വല കാക്കുന്ന മാർട്ടിനസിനെ പോലുള്ള കളിക്കാരുള്ള ആ സൗന്ദര്യമുള്ള ഒരു ടീം എത്തുന്നു എന്നുള്ളതിന്റെ ആവേശം, മെസ്സി എത്തുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആവേശം ഉണ്ടാക്കുന്നതാണ് മെസ്സിയുടെ ഫുട്ബോൾ ഭ്രാന്തന്മാർ എന്നാണ് ഈ മലബാറിലെ ഫുട്ബോൾ പ്രേമികളെ വിളിക്കേണ്ടത്. ഫുട്ബോൾ ഭ്രാന്തന്മാർക്ക് ഈ പറയുന്ന പേരുകളൊന്നും ഒരു പുതുമയുള്ളതല്ല. നമ്മൾ ഈ പറയുന്ന പേരുകൾ ഈ കളിക്കാർ ഏതൊക്കെ തരത്തിലാണ് മികവ് കാണിക്കുന്നതെന്ന് ഇവർ ഓരോരുത്തർക്കും അത്ര വൈദഗ്ധ്യത്തോട് തന്നെ വിശദീകരിക്കാനും കഴിയും. നമ്മളിപ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ എടുക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണോ ലോകകപ്പിന്റെ സമയത്ത് രഞ്ജിത്ത്? തീർച്ചയായിട്ടും സ്മൃതി, ഈ നമ്മളിപ്പോൾ ഫുട്ബോൾ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ കേവലം ഫുട്ബോൾ കണ്ട് ഗോളടിക്കുമ്പോൾ കൈയടിക്കുന്നതല്ല. അർജന്റീനൻ ഫുട്ബോളിന് ഒരു സൗന്ദര്യമുണ്ട്. ഇപ്പോൾ പ്രതിരോധത്തിലാണെങ്കിൽ, ആക്രമണത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ പീരീഡിലാണെങ്കിലൊക്കെ ഒരു ആധിപത്യം പുലർത്തുന്ന ഒരു അർജന്റീനൻ ഫുട്ബോൾ സൗന്ദര്യമുണ്ട്. നമ്മൾ ബ്രസീലിനെ കുറിച്ച് പറയാറുണ്ട്, ബ്രസീലിന്റെ ഒരു താളമാണ് ബ്രസീലിന്. എങ്കിൽ ഇതിങ്ങനെ കയറി കളിക്കുന്ന ഒരു ആധിപത്യം പുലർത്തുന്ന കളിയാണ് ഈ അർജന്റീനൻ കളി എന്ന് പറയുന്നത്. ആ കളിയുടെ സൗന്ദര്യം പൂർണ്ണമായിട്ടും അറിയുന്നവരാണ്, അതുകൊണ്ട് അർജന്റീനയെ ആരാധിക്കുന്നവരാണ്. അല്ലാതെ അർജന്റീന കുറെ വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അർജന്റീനയെ ആരാധിച്ച് കളയാം, അല്ലെങ്കിൽ ആദ്യത്തെ വേൾഡ് കപ്പിൽ ഉറുഗ്വേക്കൊപ്പം മത്സരിച്ച അർജന്റീന, അങ്ങനെയൊന്നുമല്ല. ഉറുഗ്വേക്കൊപ്പം ആദ്യത്തെ വേൾഡ് കപ്പ് കളിച്ചു, അതിനുശേഷം അർജന്റീന കളിക്കുമ്പോൾ, മറഡോണ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുശേഷം മെസ്സി വന്നപ്പോഴൊക്കെ അർജന്റീനൻ ടീമിനൊരു ഫുട്ബോൾ സൗന്ദര്യമുണ്ട്. ആ ടീമിന്റെ ഒരു ഫുട്ബോൾ കളിയുടെ ഒരു രീതിയുണ്ട്. ആ കളി രീതികൾ പൂർണ്ണമായും അറിഞ്ഞ് ഫുട്ബോളിനെ ആരാധിക്കുന്ന, അർജന്റീനയെ ആരാധിക്കുന്ന, മെസ്സിയെ ആരാധിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പതാക കണ്ടിട്ടോ ഏതെങ്കിലും കൊടിയുടെ നിറം കണ്ടിട്ടോ അല്ല. ഇവിടെ അർജന്റീനൻ ഫുട്ബോളിന്റെ സൗന്ദര്യം, അതിൽ ഓരോ കളിക്കാരന്റെയും നീക്കങ്ങൾ, ഇതിൽപ്പോൾ ഏറ്റവും ചെറുപ്പക്കാരനായ കളിക്കാരൻ മുതൽ അതിൽ ഏറ്റവും മുതിർന്ന, ഏറ്റവും സീനിയറായ കളിക്കാരെ വരെ എല്ലാവർക്കും മുഖപരിചയമുള്ള, നേരത്തെ സ്മൃതി പറഞ്ഞ പോലെ മെസ്സി ഏട്ട, മെസ്സി ഇക്ക എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന അത്രയും ആത്മബന്ധത്തോടു കൂടി ഫുട്ബോൾ കളിക്കാരെ കാണുന്ന നാടാണ് മലബാർ. ഇവിടെ ഓരോ വൈകുന്നേരങ്ങളും, നേരത്തെ റോഷുപാൽ മലബാറുകാരൻ കൂടിയാണ്, ഇവിടുത്തെ വൈകുന്നേരങ്ങൾ ഫുട്ബോളിന്റെ ആരവമുള്ള വൈകുന്നേരങ്ങളാണ്. അവർ ഓരോരുത്തരും ഇവിടുത്തെ വരമ്പത്തൊക്കെ കണ്ടു നിന്നിട്ടുള്ള ഫുട്ബോളിന്റെ ആവേശം, സെവൻസിലും ഫൈവ്സിലും ഒക്കെ കണ്ടു നിന്നിട്ടുള്ള ആവേശം, അത് ഒരു നേരിട്ട് കാണാനുള്ള അവസരം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു അത്ഭുതമായി മാത്രമാണ് മലബാറുകാർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചിയിലേക്ക് മലബാർ ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓസ്ട്രേലിയയും അർജന്റീനയും തമ്മിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ മലബാർ മൊത്തത്തിൽ അങ്ങ് കോഴിക്കോട്, മലപ്പുറം ഒക്കെ അങ്ങ് കൊച്ചിയിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ കളി കണ്ടാലും ഇല്ലെങ്കിലും ഒക്കെ ആ ഗാലറിയുടെയും ആ സ്റ്റേഡിയത്തിന്റെയും പരിസരത്തെങ്കിലും നിൽക്കണമെന്നുള്ളത് മലബാറുകാർ ആഗ്രഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ അർജന്റീനൻ ടീമിന്റെ ലിസ്റ്റ് കൂടി പുറത്തുവിട്ടതോടുകൂടി, ഡീപോളിന്റെയും മാർട്ടിനസിന്റെയും മക്ലസിന്റെയും ഒക്കെ പേര് പുറത്തുവിടുമ്പോൾ ആ ആവേശം, ആ ത്രസിപ്പിക്കുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ ആ മുഖങ്ങൾ എല്ലാവരെയും മലബാറിൽ നിന്ന് കൊച്ചിയിലേക്ക് ആകർഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മത്സരം കാണാൻ ഈ കളിക്കാരെ ഓരോരുത്തരെയും ഒന്ന് നേരിട്ട് കാണുക എന്ന സ്വപ്നമാണ് ഓരോ ഫുട്ബോൾ പ്രേമിക്കുമുള്ളത്. ഞാൻ